പാവനാത്മാവേ പറന്നിറങ്ങിയിടണേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങിയിടണേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങിയിടണേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. ദൈവത്തിൻ്റെ വചനം നിങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ അതൊന്ന് തുടങ്ങാൻ ഞാനൊരു സുവിശേഷ ഭാഗം വായിക്കുകയാണ്. ശ്രദ്ധയോടെ അത് നിങ്ങൾ ശ്രവിക്കണം. മത്തായി സുവിശേഷത്തിലെ 11-ാം അധ്യായത്തിലെ ആദ്യത്തെ 6 തിരുവചനങ്ങൾ. യേശു 12 ശിഷ്യന്മാർക്കും നിർദ്ദേശങ്ങൾ നൽകിയതിനു ശേഷം അവരുടെ പട്ടണങ്ങളിൽ പഠിപ്പിക്കുവാനും പ്രസംഗിക്കുവാനുമായി അവിടെ നിന്ന് പുറപ്പെട്ടു. യോഹന്നാൻ കാരാഗൃഹത്തിൽ വെച്ച് ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേട്ട് ശിഷ്യന്മാരെ അയച്ച് അവനോട് ചോദിച്ചു, വരാനിരിക്കുന്നവൻ നീ തന്നെയോ, അതോ ഞങ്ങൾ മറ്റൊരുവനെ പ്രതീക്ഷിക്കണമോ? യേശു പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്നതും കാണുന്നതും പോയി യോഹന്നാനെ അറിയിക്കുക. അന്ധന്മാർ കാഴ്ച പ്രാപിക്കുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരാക്കപ്പെടുന്നു, ബധിരർ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. എന്നിൽ ഇടർച്ച തോന്നാത്തവൻ ഭാഗ്യവാൻ. സഹോദരങ്ങളെ, നമുക്ക് വളരെ പരിചയമുള്ള ഒരു സുവിശേഷ ഭാഗം മത്തായി സുവിശേഷത്തിലെ 11-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ തിരുവചനങ്ങൾ. ഈശോയിൽ ഇടറുന്ന സ്നാപക യോഹന്നാനെയാണ് നാം ഇവിടെ കണ്ടത്. സ്നാപക യോഹന്നാൻ നമുക്കറിയാം, തീഷ്ണതയോടെ ഈശോയെ പ്രസംഗിച്ചവനാണ് സ്നാപകൻ. നമ്മുടെ കർത്താവിനായിട്ട് ഈ ലോകത്തിൽ വഴിയൊരുക്കിയവനാണ് ഈ സ്നാപകൻ. വലിയ പ്രാർത്ഥനയുടെ മനുഷ്യൻ, മരുഭൂമിയിലൊക്കെ കഴിഞ്ഞ് പരിത്യാഗത്തിൻ്റെ ഉപവാസത്തിൻ്റെ അനുഭവത്തിലൂടെ ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ പരിശ്രമിക്കുന്ന മനുഷ്യൻ. ഈ സ്നാപക യോഹന്നാൻ അവൻ്റെ വിശ്വാസ വഴികളിൽ ഇടറുകയാണ്, പതറുകയാണ്. ഇവിടെ നാം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം സഹോദരങ്ങളെ, ഈ സ്നാപകൻ കിടക്കുന്നത് എവിടെയാണ് എന്ന് ചിന്തിക്കുക. സ്നാപകൻ കിടക്കുന്നത് കാരാഗൃഹത്തിലാണ്. കാരാഗൃഹത്തിലെ മരണഭയത്തിലും ഏകാന്തതയിലും തിരസ്കരണത്തിലും കൊടിയ വേദനയിലും വിശപ്പിലും ദാഹത്തിലും ഒക്കെ ഈ സ്നാപകൻ കിടക്കുമ്പോൾ അതുവരെ അവനുണ്ടായിരുന്ന പല ബോധ്യങ്ങൾക്കും ഇളക്കം തട്ടുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പതിവിൽ കവിഞ്ഞ വേദനകളും സഹനങ്ങളും തകർച്ചകളും ഇടർച്ചയ്ക്ക് കാരണമാകാം. ഈ സ്നാപക യോഹന്നാൻ ചിന്തിക്കുന്നു, ഞാൻ ഇത്രയൊക്കെ തീഷ്ണതയോടെ ജീവിച്ചിട്ടും എന്തുകൊണ്ട് എനിക്കിങ്ങനെയൊന്ന് വന്നു? ഞാൻ ഇത്രയൊക്കെ ആത്മാർത്ഥതയോടെ ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ച് ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം മാറ്റിവെച്ചിട്ടും എന്തുകൊണ്ട് ഞാൻ ഈ തിരസ്കരണത്തിലൂടെ, ഈ നൊമ്പരത്തിലൂടെ, ഈ വേദനയിലൂടെ കടന്നു പോകേണ്ടി വരുന്നു? ഞാൻ ആത്മാർത്ഥതയോടെ ജീവിച്ചിട്ട്, ഇത്രയും ഞാൻ ഉപവാസവും ത്യാഗവും ഒക്കെ എടുത്ത് ജീവിച്ചിട്ട്, ഇത്രയും ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട് എനിക്കിങ്ങനെ ഈ ഞെരുക്കങ്ങളിലൂടെ, ഈ പ്രയാസങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്നു? സഹോദരങ്ങളെ, പരിത്രാണയിലെ ജൂബിലി കൺവെൻഷൻ്റെ ആദ്യത്തെ ദിവസം നിങ്ങളോട് ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, ഈ സ്നാപകൻ കടന്നു പോകുന്ന പ്രയാസങ്ങൾ വിശ്വാസ വഴികളിൽ ഇന്ന് അനേകരെ അലട്ടുന്ന ഒരു ബുദ്ധിമുട്ടാണ്, ഒരു പ്രയാസമാണ്. പ്രാർത്ഥിക്കുന്നുണ്ട്, ധ്യാനങ്ങൾ കൂടുന്നുണ്ട്,
ദൈവത്തിൻ്റെ വചനം വായിക്കുന്നുണ്ട്, ദൈവിക വഴികളിലൂടെ ജീവിക്കുന്നുണ്ട്, അങ്ങേയറ്റം വിശുദ്ധിയോടുകൂടി ജീവിക്കുന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നു? എന്നിട്ടും എന്തുകൊണ്ട് ഈ പ്രയാസങ്ങൾ, ഈ രോഗപീഠകൾ, ഈ വേദനകൾ, ഈ തകർച്ചകൾ അതൊന്നും ജീവിതത്തിൽ എന്തുകൊണ്ട് അവസാനിക്കുന്നില്ല? എത്രയോ പേരെയാണ് വചന ശുശ്രൂഷയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ ഓരോ ദിവസവും എന്ന പോലെ കണ്ടുമുട്ടേണ്ടതായിട്ട് വരിക. സഹോദരങ്ങളെ, ഏതാനും ആഴ്ചകൾക്ക് മുൻപ് പോട്ടയിലെ ഒരാന്തരിക സൗഖ്യ ധ്യാനം കൂടാൻ വേണ്ടി വന്ന ചെറുപ്പക്കാരായ ദമ്പതികൾ, 2 ആൺമക്കള്, മൂത്ത മകൻ ഡിഗ്രിക്ക് എറണാകുളത്തൊരു കോളേജിൽ പഠിക്കുന്നു, ഇളയ കൊച്ച് +1 പഠിക്കുന്നു. 1 കൊല്ലം മുമ്പ് വരെ കാര്യമായ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഈ കുടുംബത്തെ അലട്ടിയിരുന്നില്ല. നന്നായി പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം. സന്ധ്യയ്ക്കെന്നും ഈ അപ്പനും അമ്മയും ഈ കുഞ്ഞുങ്ങളെ കൂട്ടി തിരുഹൃദയ രൂപത്തിൻ്റെ മുൻപിൽ അരമണിക്കൂർ നേരമെങ്കിലും പ്രാർത്ഥനയ്ക്ക് വേണ്ടി കണ്ടെത്താറുണ്ട്, ചെലവഴിക്കാറുണ്ട്. എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ പോയി കുർബാന കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കുടുംബനാഥനും ഒരു കുടുംബനാഥയും. എറണാകുളത്ത് പ്രൈവറ്റ് കമ്പനികളിൽ ഈ 2 പേരും ജോലി ചെയ്യുന്നു. ഏതാണ്ട് 1 കൊല്ലം മുമ്പ്, കഴിഞ്ഞ വർഷം ഏതാണ്ട് ഈ കാലം, ആ നോട്ട് നിരോധനമൊക്കെ വന്ന് സാമ്പത്തികമായ ചില ഞെരുക്കങ്ങൾ ഈ കുടുംബനാഥൻ ജോലി ചെയ്യുന്ന കമ്പനിക്ക് വരുമ്പോൾ കുറച്ച് ജോലിക്കാരെ പിരിച്ചുവിടുന്നു. ആ കൂട്ടത്തിൽ ജോലി നഷ്ടപ്പെടുന്ന ഒരു കുടുംബനാഥൻ. ഏതാനും മാസങ്ങൾ കാത്തിരുന്നു, ജോലി തിരികെ കിട്ടിയേക്കും, കമ്പനി വീണ്ടും ജോലിക്ക് തിരിച്ചു വിളിച്ചേക്കും. വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല. ജോലി ഇനിയും അവിടെ തിരിച്ചു കിട്ടാനുള്ള സാധ്യത ഒന്നുമില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഇനി വേറൊരു ജോലിക്ക് വേണ്ടി തിരിയുന്നു, പുതിയൊരു ജോലി കണ്ടെത്തുന്നു. അതൊക്കെ പ്രയാസമാണല്ലോ എന്ന് മനസ്സിലാക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നു, വണ്ടി ഓടിക്കാൻ അറിയാം, ഒരു കാറ് ലോൺ എടുത്ത് വാങ്ങി, എറണാകുളം ടൗണാണ്, യൂബർ ടാക്സിയായി രജിസ്റ്റർ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ആദായം കൊണ്ട് ഈ വീട്ടിലെ കാര്യവും കുഞ്ഞുങ്ങളുടെ പഠനകാര്യവും മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ചിന്തിച്ച് നന്നായിട്ടൊക്കെ പ്രാർത്ഥിച്ച് അറിവുള്ളവരോട് ആലോചന ചോദിച്ച് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഒരു കാറ് വാങ്ങി വീട്ടുമുറ്റത്ത് കാറ് കിടപ്പുണ്ട്. ഇന്ന് മാസങ്ങൾ കഴിയുന്നു, അതിൻ്റെ രജിസ്ട്രേഷന് ഒരു തടസ്സമല്ലെങ്കിൽ വേറൊരു തടസ്സം അത് വരുന്നു. കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകുന്നില്ല. സാമ്പത്തിക ഞെരുക്കത്തിലൂടെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുമ്പം എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, എന്തെങ്കിലുമൊക്കെ ബന്ധനങ്ങൾ കൊണ്ടാണോ ഇങ്ങനെയൊക്കെ? അതൊക്കെ ഒന്ന് ചിന്തിച്ച് ഏതാണ്ട് ഒരു 2 മാസം മുൻപ് പോയി ധ്യാനമൊക്കെ കൂടി നല്ല അഭിഷേകത്തോടെ എല്ലാ ബന്ധനങ്ങളും എല്ലാ തടസ്സങ്ങളും നീങ്ങിക്കിട്ടി എന്ന വിചാരത്തോടെയൊക്കെ വന്ന് വീണ്ടും ജീവിതം തുടങ്ങി. ഒരാഴ്ച കഴിയുമ്പം ഈ മൂത്ത മകൻ പഠിക്കുന്ന കോളേജ് എറണാകുളത്ത് കൂട്ടുകാരുടെ കൂടെ കൂടി ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് പോലീസ് പിടിച്ച് കേസായിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഈ തകർച്ചയുടെ നൊമ്പരത്തിൻ്റെ മുൻപിലാണ് ഈ പിതാവും ഈ മാതാവും ആഴ്ചകൾക്ക് മുൻപ് പോട്ടയിൽ ധ്യാനിക്കാനായിട്ട് വരിക. ചോദിക്കുന്ന ചോദ്യം, എന്തുകൊണ്ട് ജോജോ അച്ഛാ ഇങ്ങനെയൊക്കെ? എന്തുകൊണ്ട് കുടുംബത്തിൽ നിന്ന് ഈ പ്രയാസങ്ങൾ മാറുന്നില്ല? എന്തുകൊണ്ട് ഒന്നിന് പുറകെ ഒന്നായി ഞെരുക്കങ്ങളിലൂടെ, വേദനകളിലൂടെ, സഹനങ്ങളിലൂടെ, ഈ പ്രയാസങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്നു? എന്തുമാത്രം പ്രാർത്ഥിക്കുന്നു, എവിടെ ധ്യാനമുണ്ടെങ്കിലും പോയി കൂടുന്നു, എവിടെ കൺവെൻഷൻ ഉണ്ടെന്ന് കേട്ടാലും അവിടെയൊക്കെ പോകുന്നു, വചനം കേൾക്കുന്നു, ധ്യാനിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എന്നിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ? സഹോദരങ്ങളെ, ജീവിത പ്രയാസങ്ങൾക്ക് നടുവിൽ നിങ്ങളുടെയും എൻ്റെയും മനസ്സിൽ നിന്നും നമ്മുടെയൊക്കെയും കുടുംബത്തിൽ നിന്നും ഉയരുന്ന ഒരു ചോദ്യം തന്നെയാണല്ലോ ഈ ദമ്പതിമാർ ആഴ്ചകൾക്ക് മുൻപ് പോട്ടയിൽ വെച്ച് എൻ്റെ മുൻപിലും ഉയർത്തുന്നത്. എന്തുകൊണ്ടച്ചാ ഇങ്ങനെയൊക്കെ? ദൈവത്തോട് ഇത്രയും അടുത്ത് നിന്ന് ജീവിച്ചിട്ടും, വിശുദ്ധിയോടുകൂടി ജീവിച്ചിട്ടും എന്തുകൊണ്ട് ഈ പ്രയാസങ്ങൾ, ഈ വേദനകൾ, ഈ ഞെരുക്കങ്ങൾ? ഇത് നിങ്ങളുടെയും ഈ സംസാരിക്കുന്ന എൻ്റെയും മനസ്സിലുയരുന്ന ചോദ്യമാണല്ലോ സഹോദരങ്ങളെ. ജീവിതവേദനകൾക്ക് നടുവിൽ നമ്മൾ ഓർക്കണം, നമ്മുടെ കർത്താവിൻ്റെ മനസ്സിൽ നിന്നും ഇതേപോലൊരു ചോദ്യം ഉയർന്നു. വേദനകൾക്ക് മുൻപിൽ,
കുരിശെടുക്കാൻ വേണ്ടി അവിടുന്ന് ഒരുങ്ങി ഗെത്സമനിയിൽ പ്രാർത്ഥിച്ചു നിൽക്കുമ്പം ഈശോയും ചോദിച്ചു. എന്ത് ചോദിച്ചു? പിതാവേ, എന്തുകൊണ്ട് അങ്ങനെ തള്ളിക്കളയുന്നു, തള്ളിപ്പറയുന്നു? എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിക്കുന്നു? ഈശോയുടെ മനസ്സിൽ നിന്നും ഈ ഒരു ചോദ്യമുയർന്നു. ജീവിത വേദനകൾക്കും കുരിശുകൾക്കും മുൻപിൽ എന്തുകൊണ്ട് പിതാവേ അങ്ങനെ ഉപേക്ഷിക്കുന്നു? ഈ എന്തുകൊണ്ട് എന്ന ചോദ്യം വേദനകൾക്ക് നടുവിൽ നമ്മുടെ മനസ്സിലോട്ട് വരുമ്പം, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇതിനേതെങ്കിലും ഒരു കാരണമോ ഒരു ഉത്തരമോ അല്ലല്ലോ നിങ്ങളും ഞാനും പ്രതീക്ഷിക്കുന്നത്. ഈ ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉയരുമ്പം നമ്മുടെയൊക്കെയും മനസ്സിൻ്റെ ആഗ്രഹം ഈ പ്രയാസങ്ങളും വേദനകളും ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നുമില്ലായിരുന്നെങ്കിൽ ഈ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ അങ്ങനെയൊന്ന് സാധിക്കുമോ നമുക്ക്? അതാണ് ഈ മണിക്കൂറിൽ നാം ഇവിടെ ചർച്ച ചെയ്യാനും ധ്യാനിക്കാനും പോവുക. അങ്ങനെയൊന്ന് സാധിക്കുമോ നമുക്ക്? നാം ദൈവത്തോടടുത്തു എന്ന് വെച്ച്, പ്രാർത്ഥിക്കുന്നു എന്ന് വെച്ച്, വിശുദ്ധ ജീവിതം നയിക്കുന്നു എന്ന് വെച്ച്, വേദനകളില്ലാതെ, പ്രയാസങ്ങളില്ലാതെ, ഞെരുക്കങ്ങളില്ലാതെ, രോഗങ്ങളില്ലാതെ, ക്ലേശങ്ങളില്ലാതെ ഒരു ജീവിതം അങ്ങനെയൊന്ന് സാധിക്കുമോ നമുക്ക്? നാം ഇത് ചിന്തിക്കുമ്പം വിശുദ്ധ ഗ്രന്ഥത്തിൽ, പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ളൊരു കാലത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഒരു ഭാഗമുണ്ട്. വേദനകളില്ലാത്ത, കുരിശുകളില്ലാത്ത, ഞെരുക്കങ്ങളില്ലാത്ത, സഹനങ്ങളില്ലാത്ത കാലങ്ങളെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം സംസാരിക്കുന്ന ഒരു ഭാഗം. അത് വെളിപാടു ഗ്രന്ഥത്തിൻ്റെ 21-ാം അധ്യായത്തിലെ ആദ്യത്തെ വചനങ്ങളിലാണ്. ഈ വെളിപാടിൻ്റെ 21-ാം അധ്യായം നിങ്ങൾ ഓർക്കുക. യോഹന്നാൻ, ഈശോയുടെ പ്രിയ ശിഷ്യനായ യോഹന്നാൻ സ്വർഗത്തെക്കുറിച്ച് കാണുന്ന ദർശനമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുക. യോഹന്നാൻ എഴുതുന്നു, ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ഇതാ, ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന മണവാട്ടിയെ പോലെ സ്വർഗീയ ജെറുസലേം അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നു. ഇതാ, ദൈവത്തിൻ്റെ കൂടാരം, അത് മനുഷ്യരുടെ കൂടെ. നമ്മുടെ ദൈവം മനുഷ്യരോടൊത്തു വസിക്കുന്നു. ഇനി അടുത്ത വാക്കുകൾ ശ്രദ്ധിക്കൂ. അതിങ്ങനെയാണ്: ഇനി ദുഃഖമില്ല, ഇനി വേദനകളില്ല, ഇനി ക്ലേശങ്ങളില്ല, ഇനി ഞെരുക്കങ്ങളില്ല, ഇനി രോഗപീഠകളില്ല, ഇനി തകർച്ചകളില്ല. അവിടുന്ന് ഇതാ അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു മാറ്റിയിരിക്കുന്നു. ദുഃഖങ്ങളില്ലാത്ത, വേദനകളില്ലാത്ത, ഞെരുക്കങ്ങളില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത, നിങ്ങളുടെയും എൻ്റെയും കണ്ണുകളിൽ കണ്ണുനീര് നിറയാത്ത ഒരു കാലത്തെക്കുറിച്ച് വേദപുസ്തകം പരാമർശിക്കുന്ന ഭാഗമാണ്, പ്രിയപ്പെട്ടവരെ, ഇത്. വെളിപാട് പുസ്തകത്തിൻ്റെ 21-ാം അധ്യായം. ഇങ്ങനെയുള്ളൊരു കാലം അതെന്നാണെന്നാണ് ഇവിടെ വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നത്. അത് ഈ ഭൂമിയിൽ വെച്ചല്ല. ഒരു പുതിയ ആകാശം, ഒരു പുതിയ ഭൂമി ഞാൻ കണ്ടു. സ്വർഗത്തെക്കുറിച്ചാണ് ആ തിരുവെഴുത്ത്, ആ ദർശനം. ഇതാ, ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരുടെ കൂടെ, അവിടുന്ന് അവരോടൊത്തു വസിക്കുന്നു. ഒരു പുതിയ ആകാശം വരുമ്പം, ഒരു പുതിയ ഭൂമി വരുമ്പം, സ്വർഗീയ ജെറുസലേം ദൈവം ഇറങ്ങി വന്ന് അവിടെ വസിക്കുമ്പം, ദൈവത്തോടൊത്ത് സ്വർഗത്തിൽ ദൈവത്തിൻ്റെ തിരുമുഖം കണ്ട് നിങ്ങളും ഞാനുമായിരിക്കുമ്പോൾ, അവിടെയാണ് ദുഃഖങ്ങളില്ലാത്ത, വേദനകളില്ലാത്ത, തകർച്ചകളില്ലാത്ത, രോഗപീഠകളില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത, കുരിശുകളില്ലാത്ത ഒരു കാലത്തെക്കുറിച്ച് വിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ വചനഭാഗത്തിന് ഇങ്ങനെയും ഒരു ധ്യാനമുണ്ടല്ലോ സഹോദരങ്ങളെ. ഈ ആകാശത്തിന് കീഴെ, ഈ ഭൂമിയിൽ നിങ്ങളും ഞാനും ജീവിക്കുമ്പം, നമുക്ക് എത്ര പ്രാർത്ഥിച്ചാലും, നമുക്ക് എത്ര വിശുദ്ധ ജീവിതം നയിച്ചാലും, നമുക്ക് നമ്മുടെ ദൈവത്തോട് എന്തുമാത്രം അടുത്തു നിന്നാലും, വേദനകളിലൂടെയും ഞെരുക്കങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും നിങ്ങളും ഞാനും കടന്നു പോകേണ്ടി വരും. വേദനകളിലൂടെ, പ്രയാസങ്ങളിലൂടെ, സഹനങ്ങളിലൂടെ, ഞെരുക്കങ്ങളിലൂടെ നിങ്ങളും കടന്നു പോകേണ്ടി വരും. ഈ ഞാനും കടന്നു പോകേണ്ടി വരും. ഈ ഭൂമിയിൽ നാം ജീവിച്ചു മുന്നോട്ട് പോകുമ്പം, നിങ്ങളും ഞാനുമൊക്കെ എത്ര വിശുദ്ധിയോടെ ജീവിച്ചു മുന്നോട്ട് പോയാലും ജീവിതത്തിൻ്റെ ഭാഗമാണ്, പ്രിയപ്പെട്ടവരെ, പ്രയാസങ്ങളും സഹനങ്ങളും ഞെരുക്കങ്ങളും. ഇവിടെ നാം പതറരുത്.
ഇവിടെ നാം ദൈവത്തിൻ്റെ പരിപാലനയെ സംശയിക്കരുത്. ഇവിടെ വിശ്വാസത്തിൽ നാം ഇടറരുത്. ഇതേതെങ്കിലും ഒരു ബന്ധനം കൊണ്ടാണോ, തിന്മയുടെ സ്വാധീനം കൊണ്ടാണോ എന്ന് ചിന്തിച്ച് നാം അസ്വസ്ഥപ്പെടരുത്. ദൈവം ഇവിടെ എന്നെ കൈവിടുന്നല്ലോ എന്നോർത്ത് നാം വേദനിക്കരുത്. ഇതാണ് ഈ രാത്രി എനിക്ക് പങ്കുവെച്ചു തരാനുള്ള തിരുസന്ദേശം. ഞാൻ നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞല്ലോ പ്രിയപ്പെട്ടവരെ. നമ്മുടെ കർത്താവിനോട് നാം ഒക്കെ അടുത്ത് ജീവിക്കുമ്പം, വിശുദ്ധിയോടെ ജീവിച്ച് നാം മുന്നോട്ട് പോകുമ്പം കുരിശെടുക്കേണ്ടി വരും, ക്ലേശങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും, ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. ഇങ്ങനെയൊരു സന്ദേശം ഈ രാത്രി നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടി ചിന്തിച്ചപ്പം മനസ്സിലൂടെ വേഗം കടന്നുപോയ 2-3 തിരുവചനങ്ങൾ. യോഹന്നാൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിലെ 6-ാമത്തെ തിരുവചനം. ഞാൻ പോട്ടയിൽ ഇന്നലെ രാത്രി ഇരുന്ന് ഇവിടുത്തെ ഈ രാത്രി ശുശ്രൂഷ ദൈവത്തിൻ്റെ മുൻപിലോർത്ത് പ്രാർത്ഥിച്ചപ്പം കടന്നുപോയൊരു തിരുവചനം ഈ പറഞ്ഞ തിരുവചനമാണ്. 1 യോഹന്നാൻ 2-ാം അധ്യായം 6-ാം തിരുവചനം. നാം അവിടെ ഇങ്ങനെ വായിക്കും: അവനിൽ വസിക്കുന്നുവെന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ. എന്താണ് ബാക്കി? നടക്കേണ്ടിയിരിക്കുന്നു. അതാണ് തിരുവചനം. അവനിൽ വസിക്കുന്നുവെന്ന് പറയുന്നവൾ ഈശോയോട് അടുത്ത് നിൽക്കുന്നു, വിശുദ്ധിയോടെ ജീവിക്കുന്നു. ഇത് പറയുന്ന വ്യക്തി അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. അവിടുന്ന് നടന്ന വഴി നമുക്കറിയാം. അത് കുരിശിൻ്റെ വഴിയാണ്, ക്ലേശങ്ങളുടെ വഴിയാണ്, ഞെരുക്കങ്ങളുടെ വഴിയാണ്, വേദനകളുടെ വഴിയാണ്, തെറ്റിദ്ധാരണകളുടെ വഴിയാണ്. അവനിൽ നാം വസിക്കുമ്പോൾ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടി വരും നിങ്ങളും ഞാനും. നമുക്കെല്ലാം പരിചയമുള്ളൊരു തിരുവചനം മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ തിരുവചനം. ഇങ്ങനെയാണല്ലോ ആ വചനം. ഈശോയുടെ വാക്കുകളാണ്. ഈശോ പറയുന്നു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ. ബാക്കി നിങ്ങളുടെ മനസ്സിലോട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് കർത്താവ് തുടരുക: അവൻ സ്വന്തം കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുരിശെടുക്കാതെ നിങ്ങൾക്കോ എനിക്കോ ക്രൂശിതനെ പിഞ്ചൊല്ലാൻ ഒക്കില്ല. കുരിശെടുക്കാതെ സഹോദരങ്ങളെ, നിങ്ങൾക്കോ എനിക്കോ ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ സാധിക്കില്ല. നമ്മുടെ ദൈവം ക്രൂശിതനാണെങ്കിൽ, അവൻ വേദനിച്ചുവെങ്കിൽ, അവൻ നൊമ്പരപ്പെട്ടുവെങ്കിൽ, നിങ്ങളും ഞാനും അവനിലേക്ക് അടുക്കുമ്പം കുരിശെടുക്കേണ്ടി വരും. വേദനകളിലൂടെ, ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. അത് ദൈവം നമ്മെ കൈവിടുന്ന നിമിഷങ്ങളാണല്ലോ എന്നോർത്ത് നാം തളരരുത്, പരിഭവപ്പെടരുത്. ഒരു തിരുവചനം കൂടി ഞാൻ ഇന്നലെ ഈ മണിക്കൂർ ദൈവത്തിൻ്റെ മുൻപിൽ ഓർത്ത് പ്രാർത്ഥിച്ചപ്പം എൻ്റെ മനസ്സിലോട്ട് കിട്ടി. ആ തിരുവചനം മത്തായി സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായത്തിലെ 33-ാമത്തെ തിരുവചനമാണ്. മത്തായി സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായത്തിലെ 33-ാമത്തെ തിരുവചനം. നിങ്ങൾ ഈ അടിച്ചറയിൽ വന്നിട്ടുള്ളപ്പോഴൊക്കെ കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുള്ളൊരു തിരുവചനമാണിത്. എവിടെ ധ്യാനം കൂടാൻ പോയാലും അവിടെയൊക്കെയും പ്രഘോഷിക്കപ്പെടുന്നൊരു തിരുവചനം. ആ വചനം ഇങ്ങനെയാണ്: നിങ്ങൾ ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അപ്പോൾ ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ഏതു ധ്യാന കേന്ദ്രത്തിൽ പോയാലും അവിടെയൊക്കെയും പങ്കുവയ്ക്കപ്പെടുന്ന കർത്താവിൻ്റെ ഒരു വചനം. ആദ്യം നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യം തേടണം, ദൈവത്തിൻ്റെ നീതി തേടണം. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ വഴിയിലേക്ക് തിരിയണം, ദൈവത്തിൻ്റെ വചനത്തെ നിങ്ങൾ മുറുകെ പിടിക്കണം, പാപത്തിൻ്റെ വഴി നിങ്ങൾ വെടിയണം. അപ്പോൾ ബാക്കിയെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടും. തീർച്ചയായിട്ടും സഹോദരങ്ങളെ, അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പക്കലേക്ക് നാം തിരിഞ്ഞാൽ ദൈവത്തിൻ്റെ കൃപകൾ കൊണ്ട്, നന്മകൾ കൊണ്ട്, അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മൾ ഓരോരുത്തരും നിറയപ്പെടും. പക്ഷേ ഇത് പറഞ്ഞിട്ട് തൊട്ടടുത്ത വാചകം ഒരു കാര്യം കൂടി ഈശോ പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും അത് പ്രഘോഷിക്കപ്പെടുന്നില്ല എന്നേ ഉള്ളൂ. വായിക്കണം അടുത്ത വചനം കൂടി, ശ്രദ്ധിക്കണം അടുത്ത വചനം കൂടി. ഇത് പറഞ്ഞിട്ട് തൊട്ടടുത്ത വാചകം ഈശോ ഇങ്ങനെ കൂടി പറഞ്ഞിട്ടുണ്ട്: പക്ഷേ ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശങ്ങളുണ്ട്,
ബുദ്ധിമുട്ടുകളുണ്ട്, പ്രയാസങ്ങളുണ്ട്. ദൈവത്തിൻ്റെ രാജ്യം നിങ്ങൾ തേടൂ, നീതി നിങ്ങൾ അന്വേഷിക്കൂ, ദൈവത്തിൻ്റെ വഴിയിലേക്ക് നിങ്ങൾ ചേർന്ന് നിൽക്കൂ. എല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടും, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടും, നിങ്ങളുടെ രോഗപീഠകൾ വിട്ടുമാറും. ഇതൊക്കെ വാഗ്ദാനം ചെയ്യുന്ന ഈശോ തൊട്ടടുത്ത വാചകം കൂട്ടിച്ചേർക്കുന്നു. എന്നിരുന്നാലും ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശങ്ങളുണ്ട്, അത് നമുക്ക് ഒഴിവാക്കാനൊക്കില്ല. ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശമുണ്ട്, ഓരോ കുടുംബത്തിനും അതതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. നിങ്ങളുടെ കുടുംബത്തിന് ചില പ്രയാസങ്ങളുണ്ട്, എൻ്റെ കുടുംബത്തിന് വേറെ ചില പ്രയാസങ്ങളുണ്ട്. ഓരോ വ്യക്തിക്കും, മകളെ, മകനെ, അവനവൻ്റെ പ്രയാസങ്ങളുണ്ട്. നിങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട്, ഈ സംസാരിക്കുന്ന എനിക്ക് വേറെ ചില പ്രയാസങ്ങളുണ്ട്. ബുദ്ധിമുട്ടുകളില്ലാത്ത, വേദനകളില്ലാത്ത, ഞെരുക്കങ്ങളില്ലാത്ത ജീവിതങ്ങളില്ല, ദിവസങ്ങളില്ല, കുടുംബങ്ങളില്ല. അവിടെ ദൈവത്തിൻ്റെ ഒരു കരം കാണാൻ നമുക്ക് പറ്റണം. സഹോദരങ്ങളെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയുമാണ്. മനുഷ്യ ജീവിതത്തിൻ്റെ ഭാഗമാണ് വേദനയും കുരിശും നൊമ്പരവും സഹനങ്ങളും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നാം അതെത്ര വിശുദ്ധിയോടെ ജീവിച്ചാലും ആ അനുഭവത്തിലൂടെ നാം കടന്നു പോകേണ്ടി വരും. നമ്മുടെ കർത്താവിനോട് നാം എത്ര അടുത്ത് നിന്നാലും, എത്ര ധ്യാനം കൂടിയാലും, എവിടെയൊക്കെ പോയി നാം പ്രാർത്ഥിച്ചാലും, വേദനകളിലൂടെ, കുരിശുകളിലൂടെ, നൊമ്പരങ്ങളിലൂടെ നിങ്ങളും ഞാനും യാത്ര ചെയ്യേണ്ടി വരും, സഞ്ചരിക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ ന്യായമായിട്ടും മനസ്സിലുയരുന്ന ഒരു പ്രശ്നമുണ്ട്. ഈ വേദന, ഈ കുരിശ്, അതിനെന്തെങ്കിലും ഒരു പുണ്യമുണ്ടോ? അതിനെന്തെങ്കിലും ഒരു യോഗ്യതയുണ്ടോ? തീർച്ചയായിട്ടും ഈ വേദനയും ഈ കുരിശും സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിലോട്ടൊഴുകുന്ന വഴികളാണ്. വിശുദ്ധമായ ജീവിതം നയിച്ചിട്ട് കടന്നു വരുന്ന കുരിശുകളും രോഗങ്ങളും സഹനങ്ങളും അത് രക്ഷാകരമാണ്. നമ്മുടെ കുടുംബത്തിലേക്ക് അതുവഴി ദൈവത്തിൻ്റെ കൃപ ഒഴുകി വരുന്നുണ്ട്. നമ്മുടെ ജീവിതം അതുവഴി വിശുദ്ധീകരിക്കപ്പെടുന്നുണ്ട്. മാതാപിതാക്കളെ, നിങ്ങളുടെ നൊമ്പരങ്ങളിലൂടെ, നിങ്ങളുടെ വേദനകളിലൂടെ നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്. ഇതല്ലേ പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ കുരിശിലോട്ട് കണ്ണുയർത്തി നോക്കിയാൽ നമുക്ക് ധ്യാനിക്കാൻ കിട്ടുന്ന വെളിച്ചം? ഇതല്ലേ? ഇത് മാത്രമല്ലേ? അവൻ കുരിശെടുത്തു, അവൻ നൊമ്പരപ്പെട്ടു, അവൻ അപമാനിക്കപ്പെട്ടു, അവൻ കുരിശിൽ മരിച്ചു, ഒരുപാട് അവൻ വേദനിച്ചു. ആ വേദനയായിരുന്നില്ലേ, ആ കുരിശായിരുന്നില്ലേ, ആ നൊമ്പരമായിരുന്നില്ലേ മനുഷ്യകുലത്തിൻ്റെ വീണ്ടെടുപ്പിനും രക്ഷയ്ക്കും കാരണമായിട്ട് തീർന്നത്? നമ്മുടെ കർത്താവിൻ്റെ വേദനകളും കുരിശും നൊമ്പരവും അവൻ്റെ സഹനവും ഈ ലോകത്തിൻ്റെ രക്ഷയ്ക്കു കാരണമായെങ്കിൽ പ്രിയപ്പെട്ടവരെ, വിശുദ്ധിയോടെ നിങ്ങളും ഞാനും ജീവിച്ചിട്ട് നേരിടേണ്ടി വരുന്ന വേദനകളും രോഗങ്ങളും ഞെരുക്കങ്ങളും പ്രയാസങ്ങളും അത് രക്ഷാകരമാണ്. അതിലൊരു ദൈവത്തിൻ്റെ കൃപ ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ട ദൈവത്തിൻ്റെ അനുഗ്രഹം ആ നൊമ്പരത്തിൽ, ആ വേദനയിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ഞാനിത് പറയുമ്പോൾ ഒരുപാട് വിശദീകരിച്ച് പറയാൻ നേരം കിട്ടില്ലല്ലോ. എങ്കിലും ഒന്ന് നിങ്ങളുടെ മനസ്സിലൊന്ന് പതിയുമാറ് ഞാൻ ഈ കാര്യം പറഞ്ഞു തരുമ്പം നമ്മൾ ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ. ആത്മീയമായ നമ്മുടെ നന്മകൾ, ഏതു നന്മകളും എടുത്തോ, ആത്മീയമായ നന്മകൾ അത് പങ്കുവയ്ക്കുക വഴി മറ്റുള്ളവരെ സഹായിക്കാനും രക്ഷിക്കാനും മറ്റുള്ളവരിലേക്ക് ദൈവകൃപയൊഴുക്കാനും നമുക്ക് പറ്റുന്നു. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പങ്കുവച്ചാൽ, നമ്മുടെ പ്രാർത്ഥന ആത്മീയമായ ഒരു നന്മയാണ്. ശ്രദ്ധയോടെ എന്നെ കേട്ടിട്ട് എനിക്ക് മറുപടി തരണം. ഞാനും നിങ്ങളും ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് വിചാരിക്കൂ. ഒരു പാപത്തിൻ്റെ വഴിയെ പോകുന്ന ഒരു വ്യക്തി, ഒരു കുടുംബം, ആ കുടുംബം അവർ പ്രാർത്ഥിക്കുന്നില്ല, അവർക്ക് ദൈവവിചാരമൊന്നുമില്ല, ഒന്നും വേണ്ട. നിങ്ങളുടെയും എൻ്റെയും മുട്ടിപ്പായ പ്രാർത്ഥന, ആ പ്രാർത്ഥന വഴി ആ കുടുംബം അനുഗ്രഹിക്കപ്പെടുമോ ഇല്ലയോ? മറുപടി. അനുഗ്രഹിക്കപ്പെടുമോ ഇല്ലയോ? മറുപടി.